ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തു. ബോംബെ പോലീസ് ഈ കുറ്റവാളിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ദുരൂഹതയാണ്. അവരൊരു സംശയിച്ച ഒരാളെ പിടിച്ചു, അയാളെ ചോദ്യം ചെയ്തിട്ട് വിട്ടു. ആ കുറ്റവാളിയുടെ ദൃശ്യം ഇപ്പം ബോംബെ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 11, 12, 13, 14 നിലകളിലാണ് സെയ്ഫ് അലി ഖാന്റെ വസതി. അതിൽ 10ഉം 11ഉം ഫ്ലാറ്റിലാണ് അവർ കുടുംബസമേതം താമസിക്കുന്നത്. അതുപോലെ തന്നെ 13ഉം 14ഉം നിലകളിലെ കിച്ചണും അതുപോലെ തന്നെ മറ്റ് കെയർ ടേക്കേഴ്സും ജോലിക്കാരും ഒക്കെ താമസിക്കുന്നതാണ്. ബോംബെ പോലീസിനെ ഇപ്പം കുഴയ്ക്കുന്നത് ഇയാളുടെ എൻട്രിയാണ്. ഇയാൾ മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നു. അത് CCTV ദൃശ്യത്തിൽ കിട്ടി. അതുപോലെ തിരിച്ചിറങ്ങി പോകുന്നതും CCTV ദൃശ്യത്തിലുണ്ട്. കയറിപ്പോകുന്നത് ദൃശ്യത്തിൽ കിട്ടില് രാത്രി 1:37 AM തിരിച്ചിറങ്ങി പോകുന്നത് 2:33 അപ്പൊ ഏകദേശം 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചിരിക്കുന്നു. ഇയാൾ എങ്ങനെയാണ് ഈ 12ാം നിലയിൽ 11ാം നിലയിലും എത്തിയതിനെ പറ്റി യാതൊരു വിവരവും ഇതുവരെ ബോംബെ പോലീസിന് ലഭിച്ചിട്ടില്ല. അയാള് മുകളിലോട്ട് കയറിപ്പോകുന്ന ദൃശ്യത്തിനകത്ത് അയാൾ ബെയർ ഫുട്ടഡ് ആണ്, കാലിച്ചരിപ്പില്ല. അപ്പം മുഖം മൂടിയിരിക്കുന്നു. കനത്ത ഒരു ബാഗ് അയാൾ തോളിലെ പിന്നില് പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു മോഷണം നടത്തുന്ന ആള് ഇത്രയും വലിയ ബാഗുമായിട്ട് വരുന്നത് എന്തെന്ന് സംശയം തോന്നാം. അദ്ദേഹം ആ ആള് മുകളിലോട്ട് കയറി പോകുമ്പം ചെരുപ്പില്ല, ചപ്പലില്ല, ശബ്ദം കേൾക്കാതിരിക്കാനായിരിക്കാം, അല്ലെന്നെങ്കിൽ കയറുന്നിടത്ത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും തിരിച്ചിറങ്ങിയപ്പം അദ്ദേഹത്തിന് ആ ഷൂ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അപ്പൊ ആ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലെ ബാഗിൽ ഉണ്ടായിരിക്കാം. ഏതായാലും കയറിപ്പോയപ്പോൾ ഇല്ല, തിരിച്ചു വന്നപ്പോൾ ഷൂ ഇട്ടിരിക്കുന്നു. കയറിപ്പോയ ഡ്രസ്സ് മാറ്റിയിരിക്കുന്നു. തിരിച്ചിറങ്ങിയപ്പം ഉള്ള ഡ്രസ്സല്ല കയറിപ്പോയപ്പോൾ. അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ എങ്ങും ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും കാണാനില്ല. ഈ വഴികളിൽ കയറി ഇറങ്ങിയ ആ 2 നിലയിൽ എന്തായാലും ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും തറയിൽ വീണിട്ടുമില്ല. പിന്നെ അവിടെ മലയാളിയായ ഒരു ആയയായിരുന്നു കുട്ടികളുടെ മുറിയിലുണ്ടായിരുന്നത്. ആയ ചില ശബ്ദം കേട്ടപ്പം എഴുന്നേറ്റു. ബാത്റൂമിൽ ആരോ മൂവ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ കരീന കപൂറിനെയും അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാനെയും വിളിച്ചു. അവർ മുറിയിലെത്തി. ഈ കള്ളനുമായിട്ട് അയാളെ പിടിക്കാൻ ശ്രമിച്ച് മൽപ്പിടുത്തം നടന്നു എന്നാണ് പറയുന്നത്. ഏതായാലും 6 കുത്തുകുത്തി സെയ്ഫ് അലി ഖാനെ. ഒരെണ്ണം സ്പൈനൽ കോഡിലേക്ക് തറച്ച് കയറി. ഒരു പ്രത്യേക രീതിയിലുള്ള നൈഫായിരുന്നു, അല്ലെങ്കിൽ കത്തിയായിരുന്നു അത്. ഏകദേശം 3 ഇഞ്ച് ഓളം ഒടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഭാഗത്തുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയും ചെയ്തു. അതൊരു പ്രത്യേക തരത്തിലുള്ള കത്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ ഒരു സ്റ്റിക്ക്, ഒരു വടി ഉണ്ടായിരുന്നു, ആക്സ ബ്ലേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ആയ പറയുന്നുണ്ട്. മലയാളിയായ ആയ ഏലിയാമ്മ ഫിലിപ്പ് പോലീസ് ചോദ്യം ചെയ്തു. അവിടുത്തെ കെയർ ടേക്കേഴ്സും അതുപോലെ തന്നെ മറ്റു ജോലിക്കാരൊന്നും ഈ ആളെ കയറിപ്പോയതോ ഇറങ്ങിപ്പോയെന്നോ കണ്ടിട്ടില്ല. ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് വെളിയിലോട്ട് എങ്ങനെ പോയെന്ന് ഇന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതായിട്ടാണ് ഒരു നിഗമനം. അതുകൊണ്ട് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് അന്നത്തെ ദിവസം CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അവിടുന്ന് ഗുജറാത്തിലേക്ക് പോയ ഒരു ട്രെയിനാണെന്ന് സംശയിക്കുന്നു. ഇതിൻ്റെ മോട്ടീവ് എന്താണ്? അവിടെയാണ് ഇങ്ങനൊരു കേസ് അന്വേഷിക്കുമ്പോൾ അത് പോലീസ് എങ്ങും എത്താതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ മോട്ടീവ് ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപ്പറ്റി ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ.
എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചത്? 1 കോടി രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു കള്ളനാണ് വന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിനൊരു ശ്രമം അവിടെ നടന്നിട്ടില്ല. ആവശ്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യപ്പെട്ട ആളെ പിടിക്കാൻ ശ്രമിച്ച അയാൾ കുത്തി എന്നുള്ള രീതിയിലാണ് പ്രതിയുടെ വെർഷൻ, അല്ലെങ്കിൽ പ്രതി അങ്ങനെയാണ് ചെയ്തിരിക്കാൻ സാധ്യതയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പർപ്പസ്, മോട്ടീവ് കൃത്യമായിട്ട് നമുക്കിപ്പം മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇയാളെ കൊല്ലാൻ ശ്രമിച്ചത്? ഈ നടനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ മോട്ടീവ്, ഉദ്ദേശം എന്താണ്? അത് 1 കോടി രൂപ പണം ആവശ്യപ്പെട്ടെന്നുള്ള അതിന് അത്ര വിശ്വാസ്യത പോരാ. എന്നെപ്പോലെ ഒരാൾ അത് വിശ്വസിക്കത്തില്ല. അതിനൊരു ശ്രമം, ഇവരെ ഉണർത്താതെ തന്നെ അവിടേക്കൊന്ന് തപ്പി നോക്കാം നല്ല കള്ളന്. അത് ഇൻമേറ്റ്സ് വീടിന് അകത്ത് ആൾക്കാരുണ്ടെങ്കിലും ചില കള്ളന്മാർ കയറും, ശബ്ദം ഉണ്ടാക്കാതെ അവർ തപ്പി ആ വീടിനകത്ത് എടുക്കാനുള്ള സാധനം എടുത്തുകൊണ്ട് പോകും. ഇത് ഒരു ഡിഫൻസിന് വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കുത്തേറ്റ സെയ്ഫ് അലിഖാനെ പെട്ടെന്ന് അവര്, ഡ്രൈവർ ഇല്ല, വാഹനമില്ല, പെട്ടെന്ന് താഴെ ഇറക്കി ഒരു ഓട്ടോയിൽ കയറ്റി ലീലാവതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മോൻ ഇബ്രാഹിമിൻ്റെ ചുമതലയിലും ഒരു കെയർ ടേക്കറൂടെയാണ് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ആയക്കും ചെറിയ രീതിയിൽ പരിക്കുണ്ട്. കരീന കപൂറും സെയ്ഫ് അലിഖാനും ആയയും കൂടി ഈ കള്ളനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അവർക്ക് പരിക്കുണ്ടായത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അയാൾ ഈ ഫെയ്റ്റൽ ഇഞ്ചുറി 6 എണ്ണം, എസ്പെഷ്യലി 2 എണ്ണം, ഒന്ന് വെർട്ടിബ്രൽ കോളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്, അത് തോറാസിക് റീജിയനിലാണ്, മറ്റൊന്ന് കയ്യിലാണ്. മാരകമായ മുറിവ് ഒന്ന് കയ്യിലാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പം ഒരു വടി കയ്യിലുണ്ട്, അതുപോലെ തന്നെ ആക്സ ബ്ലേഡും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും മോട്ടീവ് ക്ലിയർ അല്ല. ഇതൊരു മോഷണ ശ്രമം ആണെന്ന്, അല്ലെങ്കിൽ മോഷണത്തിന് വന്നാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം 1 മണിക്കൂർ ചെലവാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര വലിയ സംശയത്തിൻ്റെ ആ ആള് കയറിപ്പോകാനായിട്ട് അതിനകത്ത് ഫയർ എസ്കേപ്പിൽ കൂടെ കയറി ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഫയർ എസ്കേപ്പ് നമുക്കറിയാം, വീതി കുറഞ്ഞ സ്റ്റെപ്പ്, അതിന് വേണ്ടി മാത്രം മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള സൗകര്യമുണ്ട്. അതിൽ തന്നെ പോയും വരുന്നതായിട്ടാണ്, കയറിപ്പോകുന്നതും താഴെ ഇറങ്ങുന്നതുമാണ് കണ്ടത്. എങ്ങനെയാണ് ഇതിൻ്റെ ഫയർ എസ്കേപ്പിൽ കൂടെ ഇങ്ങനെ ഈ 12ാം നിലയിൽ, 11ാം നിലയിലും 12ാം നിലയിലും എത്തിയത്? വളരെ ദുരൂഹമാണ്. അതൊരു സാധാരണ കള്ളന്, മോഷണക്കാരന് ഈ ഫ്ലാറ്റിൻ്റെ ഇവരുടെ നിലകൾ, അവിടെ കയറേണ്ട, ബാത്റൂമിൽ കയറേണ്ടത് എങ്ങനെ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ നാളത്തെ ശ്രമഫലമായിട്ട് അതിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. ഈ ഓരോ ഫയർ എസ്കേപ്പും അല്ലെങ്കിൽ AC ഡക്റ്റ് ഏതാണെന്ന് ഇപ്പം വ്യക്തമല്ല. എങ്കിലും അതിലേ കയറി വന്ന ഒരാൾ തീർച്ചയായിട്ടും പരിചയമില്ലാത്ത ഒരു ഫ്ലാറ്റിലല്ല കയറിയിരിക്കുന്നത്, സുപരിചിതമാണ്. നല്ലൊരു റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ആ ഫ്ലാറ്റിൻ്റെ 11ാം നിലയും 12ാം നിലയും എത്താൻ കഴിയുള്ളൂ. കാരണം മുൻവശത്തും പിൻവശത്തും എല്ലാം സെക്യൂരിറ്റി ഉണ്ട്. അവരറിയാതെ എങ്ങനെ കയറി? അതോ നേരത്തെ ഏതെങ്കിലും മുറികളിൽ വന്ന് കയറി ഇരുന്നോ? അങ്ങനെയാണെങ്കിൽ അയാളുടെ പിന്നിൽ കിടക്കുന്ന ഇട്ടിരിക്കുന്ന ബാഗിനകത്ത് 1-2 ദിവസത്തെ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടാവണം. കാരണം അതിനകത്ത് കാര്യമായ എന്തോ വെയിറ്റുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു ഫ്രീ ആയിട്ടുള്ള ബാഗ് അല്ല. കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും അയാളുടെ ഒരു ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ടാവാം, ഷൂ വെച്ചിട്ടുണ്ടാവാം, ആഹാരം വെച്ചിട്ടുണ്ട്. ആ 1:37 കയറി, അതുപോലെ 2:31 ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന 1 മണിക്കൂർ. ആ 1 മണിക്കൂർ പെട്ടെന്ന് ആ രാത്രി വന്ന് കയറിപ്പോയതായിട്ട് എനിക്ക് തോന്നണില്ല. ഇത് 1-2 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഇത് മോഷണ ശ്രമമല്ല, മോഷണത്തിന് വന്നതല്ല. ലോറൻസ് ബിഷ്ണോയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പഞ്ചാബിലെ റോക്ക് ഖാലിസ്ഥാൻ്റെ വേണ്ടി കാനഡയിലും പഞ്ചാബിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ലോറൻസ് ബിഷ്ണോയ്. ഇപ്പം ജയിലിലാണ്. ജയിലിൽ കിടന്ന് വേണം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോകത്തിലെ ഈ ഖാലിസ്ഥാൻ ഗ്രൂപ്പുമായിട്ട് ഏകദേശം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് 700ഓളം ഷൂട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, വേൾഡ് മുഴുവൻ. അതിലൊരാളാണ് ലോറൻസ് ബിഷ്ണോയ്.
81 കേസിലെ പ്രതിയാണ്. ഒത്തിരി മർഡർ കേസുണ്ട്. സൽമാൻ ഖാനെ കൊല്ലാനുള്ള ശ്രമത്തിൽ അയാൾ ഇപ്പോൾ ഇൻവോൾവ് ആണ്. സൽമാൻ ഖാന്റെ ഒരു അടുത്ത സുഹൃത്തിനെ വെടിവെക്കുകയും ചെയ്തു. അതുപോലെ സൽമാൻ ഖാനുമായിട്ട് ബന്ധമുണ്ടെന്ന് ബോംബെയിലെ ഒരു മുൻ മന്ത്രി വെടിവെച്ച് കഴിഞ്ഞ ദിവസം കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇത് ലോറൻസ് ബിഷ്ണോയ്, 31 വയസ്സുണ്ട്, പഞ്ചാബിയാണ്, പ്രോ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അയാള് സൽമാൻ ഖാനെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം സൽമാൻ ഖാൻ ഒരു കൃഷ്ണമൃഗത്തിനെ വെടിവെച്ച് കൊന്നു. കൃഷ്ണമൃഗം ഇവരുടെ ലോറൻസ് ബിഷ്ണോയിലെ ആ കമ്മ്യൂണിറ്റിയുടെ വിശുദ്ധ മൃഗമാണ്. അതുകൊണ്ടാണ് സൽമാൻ ഖാനെ കൊല്ലാനായിട്ട് താൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബോംബെ അധോലോകത്തിലെ എല്ലാ നടന്മാരും, സൽമാൻ ഖാനും സെയ്ദ് അലി ഖാനും അതുപോലെ മറ്റ് നടന്മാരെ പലരും ഇവരുടെ ടാർഗറ്റാണ്. അപ്പം കൊലപാതകം നടത്താനുള്ള ശ്രമം അത് അവർ നേരിട്ടല്ല, അവരുടെ കീഴിലുള്ള ഏജൻസിന്, അവരെ വെൽ ട്രെയിൻഡ് ആയിട്ട് ഷൂട്ടേഴ്സിനെ ഒക്കെ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ആണ് ഈ വെടിവെപ്പ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ സെയ്ദ് അലി ഖാനെ കൊല്ലാൻ ശ്രമിച്ച ആ വ്യക്തി, അയാൾ ഗുജറാത്തുകാരനാണ് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഗുജറാത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അയാളെപ്പോലൊരു സാധാരണ കള്ളനല്ല. അയാളെപ്പോലെ വളരെ പ്ലാൻഡായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരാള്, നമ്മൾ കയറിപ്പോകുന്ന ഇറങ്ങിപ്പോകുന്ന കണ്ട ആ വ്യക്തി, അത് എത്രയോ ദിവസം മുമ്പ് അവിടെ ഷെൽട്ടർ എടുത്തിരിക്കാം. അതിനുള്ള സാധ്യത കൂടുതൽ. ഓരോ സ്ഥലങ്ങളും അദ്ദേഹം നല്ല പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ടെക്നീഷ്യനായിട്ട് വന്ന് പോയതാണോ അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബോംബെ പോലീസിന് ഇത് ട്രാക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം മോട്ടീവ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോട്ടീവ് കൃത്യമാണ്. അത് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് തന്നെ എന്ന് ഞാൻ കരുതുന്നു. കാരണം ആ കെട്ടിടത്തിൻ്റെ സൈറ്റ്, അതിൻ്റെ പ്രീവിയസ് ആയ ഡോക്യുമെൻ്റ്, അതിൻ്റെ ആ എഞ്ചിനീയർമാരുടെ പ്ലാന്, അതിൻ്റെ ഓരോ സ്ഥലത്തും ഫയർഫോഴ്സ് കയറി വരാനും ഇറങ്ങി, ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതുപോലെ AC സർക്യൂട്ട്, അതുതന്നെ അവിടെ നമുക്കറിയില്ല അവിടുത്തെ ഗ്യാസ്, തീക്ക് അല്ലെ അടുപ്പിന് ഉപയോഗിക്കുന്ന ഗ്യാസും അത് പൊതുവായ അവിടെ മീറ്റർ റീഡിങ്ങിനുള്ള ഗ്യാസിൻ്റെ സിസ്റ്റമാണോ അതും അറിയില്ല. ഏതായാലും ആ കെട്ടിടവുമായിട്ട് നല്ലതായിട്ട് എഞ്ചിനീയറിംഗ് അതിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ മെനക്കെട്ടിരുന്ന് കണ്ടു പഠിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ എൻട്രി ഈ അറ്റംപ്റ്റ് ടു മർഡർ നടത്തിയ സമയത്തായിരിക്കത്തില്ല. അതിന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ ആകാനുള്ള സാധ്യത. അവിടെ ഏതെങ്കിലും വേക്കൻ്റായി കിടക്കുന്ന മുറിയിൽ ഷെൽട്ടർ എടുത്തിട്ടുണ്ടാവും. രാത്രി തോറും അല്ലെങ്കിൽ ഈ CCTV എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നോക്കി മനസ്സിലാക്കി മാത്രം മൂവ് ചെയ്യുന്നവർ അതെല്ലാം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രയോ നാളുകത്തെ പ്രയത്നഫലമായിട്ട് അത് പഠിച്ചിരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഈ ഓപ്പറേഷൻ നടത്തിയത്. അതുകൊണ്ട് ആ 11ഉം 12ഉം നിലകളിലുള്ള CCTVയിലും അല്ലെ ആ ഗോണിയുടെ ആ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പം പോലീസിന് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇയാളെ കണ്ട ഇന്ന ആളാണെന്ന് പറയും. ഇതേ സാമ്യമുള്ള ഒരാളെ അവർ ചോദ്യം ചെയ്ത് വിട്ടു. കാരണം ആ കൾപ്രിറ്റിന് പറ്റിയ ഒരു മണ്ടത്തരം തിരിച്ചിറങ്ങിയപ്പം ധൃതി പിടിച്ച് പെട്ടെന്ന് പോവുകയാണ്. കാരണം ഒരു സ്കഫിളുണ്ടായി, പിടുത്തമുണ്ടായി, ഒരു മൽപ്പിടുത്തം നടത്തിയ ശേഷം പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേരം മുഖം മറയ്ക്കാൻ കഴിഞ്ഞില്ല. കയറിപ്പോയപ്പോൾ മുഖം മറച്ച് കയറി, തിരിച്ചു വന്നപ്പോൾ മുഖം മറയ്ക്കാൻ കണ്ടില്ല. വളരെ ഹേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഇറങ്ങി രക്ഷപ്പെട്ടെന്ന് പോകുന്ന ഭാഗമാണ്. എന്തായാലും വെളിയിൽ പോയത് എങ്ങനെയാണ്, അത് ഇപ്പോഴും വെളിയിലോട്ട് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് എങ്ങനെ അതിൻ്റെ മുറ്റത്തോ അതിൻ്റെ കോട്ടയാടിലോ അല്ലെങ്കിൽ പിൻവശത്തോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ അറിയാതെ എത്തിയെന്ന്, അവരറിയാതെ എങ്ങനെ കയറി എന്നൊക്കെ വളരെ അധികം ദുരൂഹമായ പ്രശ്നമാണ്. സൽമാൻ ഖാൻ്റെ ആ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ അവിടെ വധിക്കാൻ ശ്രമിച്ചപ്പം അവിടെ ഒരു ലാഡർ ഉപയോഗിച്ചിരുന്നു, ഒരു ഏണി, ഒരു 8 അടി നീളമുള്ള കമ്പിയുടെ ഒരു ഏണി ഉപയോഗിച്ചിട്ടാണ് കയറിയിരുന്നത്.
ഇവിടെ ആ രീതിയിലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചോ എന്ന് ഇതുവരെ അറിവില്ല. എന്തായാലും സംഭവം കഴിഞ്ഞ ഉടനെ ഏതായാലും അദ്ദേഹത്തിനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം കാർ അവൈലബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ എത്തിച്ച് അവരൊരു ഓട്ടോയെ പിടിച്ച് ലീലാവതി ആശുപത്രി കൊണ്ടുപോയത് വലിയ ഭാഗ്യമായി. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എയ്ഡ് കിട്ടി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിലെ ആഴ്ന്നിറങ്ങിയ ആ കത്തി തീർച്ചയായിട്ടും മരണത്തിലേക്ക് പോകുമായിരുന്നു. ഏതായാലും ആ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. നോർമൽ ലൈഫിലേക്ക് ഉടൻ വരികയും ചെയ്യും.